ഇന്ന് മൂത്തമ്മയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ പിറന്നാൾ സ്പെഷ്യലായിട്ടുള്ള പായസമാണ് മൂത്തമ്മ കൊണ്ടുതരുന്നത്. അങ്ങനെ മൂത്തമ്മ ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിറന്നാൾ സ്പെഷ്യലായിട്ടുള്ള പായസം കുടിച്ചിട്ടോ, നല്ല അടിപൊളി പായസമായിരുന്നേ. പിന്നെ അതേ മൂത്തമ്മ കുഞ്ഞുങ്ങളൊപ്പം നിന്നിട്ട് കേക്കെല്ലാം കട്ട് ചെയ്തു. മൂത്തമ്മയുടെ അനിയത്തിമാർ, അതായത് എൻ്റെ അമ്മ, തക്കുടമ്മ, പുന്നാരയുടെ അമ്മ എല്ലാവരും കേക്ക് കൊടുത്തു. അതുപോലെ 2 മരുമക്കളും കേക്ക് വെച്ചു കൊടുത്തു. മക്കളും എല്ലാവരും മൂത്തമ്മയ്ക്ക് കേക്കൊക്കെ വെച്ചു കൊടുത്തു കേട്ടോ. അതിനുശേഷം കുഞ്ഞുങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് കേക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. 2 തരം കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. 2 തരം കേക്കിൽ ഓരോ പീസ് കഴിച്ചപ്പോഴത്തേക്കും എല്ലാവർക്കും മത്തായി ഗൈസ്. അങ്ങനെ പിറന്നാളാഘോഷം എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് കൂന്തളും അയിലയൊക്കെ വാങ്ങിട്ടോ. 3 വലിയ അയില, അതുപോലെ തന്നെ കുറച്ച് കൂന്തളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കൂന്തൾ കഴിച്ചിട്ട് കുറേ ആയി ഗൈസ്. പിന്നെ അതുമാത്രമല്ല പാല്, തൈര്, പിന്നെ നമ്മുടെ നെയ്ച്ചോറരി, പോപ്കോൺ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞും അപ്പം കുറേ ആയി പറയുന്നു പോപ്കോൺ വേണമെന്ന്. പിന്നെ കൈയോടെ മീനെല്ലാം അങ്ങോട്ട് നന്നാക്കാന്ന് വിചാരിച്ചു. ആദ്യം തന്നെ അയില നന്നാക്കിയിട്ട് അമ്മയുടെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു. അമ്മ അത് കറിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കൂന്തൽ കുറച്ച് സമയം എടുത്താണ് ഞാൻ നന്നാക്കിയത്. കൂന്തൽ അധികം വെള്ളമില്ലാണ്ട് റോസ്റ്റ് ആക്കി എടുക്കാന്നാണ് വിചാരിച്ചത്. അയിലയുടെ പണി അമ്മയ്ക്ക് കൊടുത്തപ്പോൾ കൂന്തളിന്റെ പണി അമ്മ എനിക്കും തന്നു. പറഞ്ഞു വന്നത് എന്താണെന്ന് അറിയോ രമണ? കൂന്തൽ ഉണ്ടാക്കുന്നത് ഞാനാണ് കേട്ടോ. ഈ വീട്ടിൽ കൂന്തൽ കഴിക്കാത്തതും ഇഷ്ടമില്ലാത്തതുമായ 2 ആൾക്കാരുണ്ട് കേട്ടോ. ഒന്ന് ഏട്ടനാണ്, ഒന്ന് കുഞ്ഞുമാണ്. അങ്ങനെ കൂന്തളൊക്കെ ഒരു വിധം സെറ്റാക്കി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടോ. ഇനി നന്നായിട്ട് വെന്ത് വരട്ടെ. അമ്മയാണെങ്കിൽ ദേ അയിലക്കറിയൊക്കെ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മീൻ ഫ്രൈ ചെയ്തതിൽ 2 കഷ്ണം നമ്മുടെ കുഞ്ഞുനും അപ്പൂനും കൊടുത്തുട്ടോ ചോറിന്റെ കൂട്ടത്തിൽ. കുഞ്ഞുങ്ങൾക്ക് കിടക്കാൻ നേരത്ത് കോംപ്ലാനും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ഞാൻ കാത്തിരുന്ന കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട്. റോസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ